നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരിക്കുകയാണ്. സുതാര്യതയിൽ വിട്ടുവീഴ്ചയില്ല. വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ബീഹാറിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാർ NTA സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. सरकार छात्रों के हितों को सुरक्षित करने के लिए प्रतिबद्ध है। पारदर्शिता के साथ हम कोई समझौता नहीं करेंगे। विद्यार्थियों के हित हमारी प्राथमिकता है। किसी भी कीमत पर उसके साथ समझौता नहीं होगा। नीट परीक्षा के संबंध में हमें बिहार सरकार की ओर से हम लोग लगातार संपर्क में हैं और पटना से हमारे पास कुछ जानकारी भी आ रही है। मैं आपको विश्वास दिलाना चाहता हूं, पुख्ता जानकारी आने पर दोषियों को कड़ी से कड़ी उनके ऊपर कार्रवाई की जाएगी। NTA हो या NTA में कोई भी बड़ा व्यक्ति हो, जो इसमें दोषी पाया जाएगा, इसके खिलाफ सख्त कार्रवाई की जाएगी। इस पूरे प्रकरण में सर्वोच्च प्राथमिकता विद्यार्थियों के भविष्य को दी जाएगी। मैं आपको यह भी सूचित करना चाहूँगा, सरकार एक हाई लेवल कमेटी गठन करने जा रही है, जो इस बार प्रकरण में NTA के संबंध में, मैंने पहले भी कहा है, NTA के संबंध में कई विषय सामने लाया है। NTA की स्ट्रक्चर, NTA की फंक्शनिंग, एग्जामिनेशन प्रोसेस, ट्रांसपेरेंसी और डाटा सिक्योरिटी प्रोटोकॉल को और इम्प्रूव करने के लिए उस उच्च स्तरीय कमेटी से रिकमेंडेशन अपेक्षित रहेगी। हम 0 एरर की परीक्षा के लिए प्रतिबद्ध है। ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. നന്ദൻ, ഒരുപക്ഷെ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെറ്റ് പരീക്ഷ അത് റദ്ദാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. അതേസമയം നീറ്റ് പരീക്ഷയുടെ കേസിൽ അതല്ല സംഭവിച്ചിട്ടുള്ളത്. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, ബീഹാറിൽ നടന്ന ഒരു ചെറിയ സംഭവം, ആ ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിൽ ഈ നീറ്റ് പരീക്ഷ ആത്മാർത്ഥമായി എഴുതിയ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തരുത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് നീറ്റ് പരീക്ഷ ഒരു തരത്തിലും റദ്ദാക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ബീഹാറിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കുറ്റവാളികളെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശ സൂചനകൾ ലഭിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബീഹാർ പോലീസിൻ്റെ അന്വേഷണം സുതാര്യമായി തന്നെയാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള പോരായ്മകളും ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മാത്രമല്ല, കേന്ദ്ര ഏജൻസികളും ഈ ഒരു വിഷയത്തിൽ ബീഹാർ പോലീസിനെ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ബീഹാർ പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്. ഉടൻ തന്നെ കുറ്റക്കാരെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്ന കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA പൂർണ്ണമായും അതിനെ ഉടച്ചു വാർക്കുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് പൂർണ്ണമായും ഒരു സുതാര്യത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് കൊണ്ടുവരിക, ഡേറ്റ സുരക്ഷ, അതേപോലെ തന്നെ പരീക്ഷാ രീതിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂർണ്ണമായൊരു ഉടച്ചു വാർക്കലായിരിക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിനായി സർക്കാർ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കും. ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാർ സമർപ്പിക്കുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, പ്രതിപക്ഷത്തിന് ഇന്ന് അദ്ദേഹം മറുപടി നൽകി. പ്രധാനമായും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചത്. അതിനെതിരെ അദ്ദേഹം സൂചിപ്പിച്ചത്, അങ്ങനെ പൂർണ്ണമായും ഇത്തരം ആത്മാർത്ഥമായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ അങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസം വേണം. വിദ്യാർത്ഥികളുടെ അവർക്ക് അതിൽ സുതാര്യത ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പോക്കിൽ വിദ്യാർത്ഥികളുടെ കൃത്യമായിട്ടുള്ള അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക, അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് വിദ്യാർത്ഥികളെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാകും ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാവിയിൽ തുടർന്നുണ്ടാകുന്നുള്ള പരീക്ഷകളും എന്നുള്ളതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. വിഷ്ണു. യെസ്, വ്യക്തമാണ്. S നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.